പശ്ചിമേഷ്യയിൽ 2 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായക നീക്കവുമായി ഇറാൻ. വാണിജ്യ ആവശ്യങ്ങൾക്കായി ലോകരാജ്യങ്ങളുടെ പ്രധാന കപ്പൽപാതയായ ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറാണെന്ന് ഇറാൻ അമേരിക്കയെ അറിയിച്ചതായാണ് വിവരം. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പിന്നീട് മതിയെന്നും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ അമേരിക്കയെ അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടുകയോ എന്നേക്കുമായി നിർത്തുകയോ ചെയ്യണമെന്നാണ് ഇറാന്റെ ആവശ്യമെന്ന് വിവിധ ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നു. ഹോർമുസിൽ US ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞതിനു ശേഷം മാത്രം ആണവശേഖരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാമെന്നും ഇറാൻ അമേരിക്കയെ അറിയിച്ചതായാണ് വിവരം. അതേസമയം ഇറാന്റെ നിർദ്ദേശത്തോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ഇറാനിയൻ തുറമുഖങ്ങളിലെ നാവികോപരോധം തുടരാനാണ് ട്രംപിന്റെ താൽപര്യം. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മേഖലയിലെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ, ഒമാൻ എന്നിവിടങ്ങളിൽ ചർച്ച നടത്തി. നിലവിൽ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ റഷ്യയിലാണുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഏപ്രിൽ ആദ്യവാരം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പ്രധാന വിഷയങ്ങളിൽ ഇതുവരെ ധാരണയായിട്ടില്ല. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ നിർദ്ദേശങ്ങൾ US ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ വിശദീകരിക്കുന്ന രേഖ മധ്യസ്ഥനായ പാകിസ്ഥാൻ വഴി ഇറാൻ അയച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഈ രേഖ നിലവിൽ US ചർച്ച ചെയ്തു വരികയാണ്. USുമായി ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിക്കുന്നതുവരെയും ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച പ്രതിസന്ധി പരിഹരിക്കുന്നതുവരെയും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച മാറ്റിവെക്കുകയെന്നത് ഈ നിർദ്ദേശങ്ങളിൽ ഉൾക്കൊള്ളുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ ഈ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ട്രംപ് ദേശീയ സുരക്ഷാ സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഈ ചർച്ചകളുടെ കൃത്യമായ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇതിനിടയിലും ഇറാൻ ആണവായുധം കൈവശം വെക്കാൻ കഴിയില്ല എന്ന് ട്രംപ് പ്രസ്താവിച്ചു. അതേസമയം US പുതിയ ചർച്ചകൾ തുടങ്ങാമെന്ന് പറഞ്ഞതായി നിലവിൽ റഷ്യയിലുള്ള ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. ആഗോള ഷിപ്പിംഗ് പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് US ചർച്ചകൾക്കായി ശ്രമം നടത്തുന്നത്. USന്റെ നിബന്ധനകളുടെ പുറത്ത് ചർച്ചയില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കായി ഇസ്ലാമാബാദിലേക്ക് കയറാനിരുന്ന US സംഘത്തെ കാക്കാതെ അബ്ബാസ് അരാഗ്ചി ഒമാനിലേക്ക് പോയത് വാർത്തയായിരുന്നു. ഇനി കാര്യങ്ങൾ തങ്ങളുടെ വഴിക്ക് വരണമെന്ന വ്യക്തമായ സന്ദേശമാണ് അരാഗ്ചി നൽകിയത്. ആയിരക്കണക്കിന് ചരക്ക് കപ്പലുകളും 20,000-ഓളം നാവിക തൊഴിലാളികളും കുടുങ്ങിക്കിടക്കുകയാണ് ഹോർമുസിൽ ഇപ്പോൾ. അതേസമയം ന്യൂയോർക്കിൽ ചേർന്ന UN സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ കാര്യമായ പരിഹാരമൊന്നും കാണാൻ കഴിഞ്ഞില്ല. ലോകത്തിലെ ഏറ്റവും ദുർബലരായ രാജ്യങ്ങളിലും ജനങ്ങളിലും ഹോർമുസ് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചാണ് സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് സംസാരിച്ചത്. കടലിടുക്ക് വീണ്ടും തുറക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ചൈനയും റഷ്യയും നേരത്തെ തടഞ്ഞിരുന്നു. ഇറാനെതിരെ പ്രകോപനമില്ലാതെ ആക്രമണത്തിന് USും ഇസ്രയേലും തുനിഞ്ഞതാണ് പ്രശ്നത്തിന് കാരണമെന്ന് മോസ്കോ കുറ്റപ്പെടുത്തി. ഇപ്പോൾ റഷ്യയിലുള്ള ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ടെഹ്റാനിലേക്കാണ് തിരിച്ചു പോവുക. പാകിസ്ഥാൻ, ഒമാൻ, റഷ്യ എന്നിവിടങ്ങളിൽ അരാഗ്ചി നയതന്ത്ര ചർച്ചകൾക്കായി പോയി. ചിലപ്പോൾ അരാഗ്ചി ഇസ്ലാമാബാദിലേക്കും മടങ്ങാനും മതിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് USിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. കൂടാതെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വീണ്ടും തിരക്കിട്ട നയതന്ത്ര ചർച്ചകളുമായി തുർക്കിയും ഈജിപ്തും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇറാനുമായി ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ വീണ്ടും സംസാരിച്ചു. ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന ഉറപ്പ് അമേരിക്ക നൽകിയാൽ മാത്രം ഹോർമുസ് തുറക്കുന്നതും ആണവ സമ്പുഷ്ടീകരണത്തിൽ ചർച്ച നടത്തുന്നതും പരിഗണിക്കാമെന്നാണ് ഇറാന്റെ നിലപാട്. അതിനിടെ ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി ട്രംപ് ചർച്ച ചെയ്തു എന്ന് വൈറ്റ് ഹൌസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പറഞ്ഞു. UAEക്ക് നേരെ ഇറാൻ നടത്തിയ കടുത്ത ആക്രമണം പെട്ടെന്നുണ്ടായതല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷും പറഞ്ഞു. പ്രതിസന്ധിക്കിടെ GCC മേഖലയുടെ യോജിപ്പ് സമീപകാലത്തെ താഴ്ന്ന നിലയിലേക്കെത്തിയെന്നും അറബ് ലീഗ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. മേഖലയിൽ കാര്യമായ വഴിത്തിരിവാണ് ഈ ആക്രമണമെന്നും ഇനി രീതി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.